കഥന നിവാരണി കനിവിനുണർവേ പാരിൻ നടുവിൽ മിഴി തുറക്കൂ സ്നേഹദീപം. ഹരിസാനം ഡയറക്ടർ ശ്രീ സന്തോഷ് ജോസഫ് സാർ, നമ്മുടെ ഏറ്റവും ബഹുമാന്യനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ MLA ശ്രീ മാണി സി കാപ്പനവറുകൾ, നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററായ ലയൺ സിബി കുളത്തോട്ടം, ആശംസ അർപ്പിക്കുന്ന ലയൺ ക്ലബ് സെക്രട്ടറി ലയൺ മാത്തിക്കുറുള, ലയൺ സോജൻ കല്ലറയ്ക്കൽ, വാർഡ് മെമ്പർ സെബാസ്റ്റ്യൻ, MLA ശ്രീ മാണി സി കാപ്പൻ സാറെ, മുഖ്യപ്രഭാഷണം നടക്കുന്ന ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സുധി നാഥ് ബാബു, അനിൽ തീർത്ഥം, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മരിയ സാരത്തെപ്പറ്റി രണ്ടു വാക്ക് എന്ന് പറഞ്ഞ് മരിയ സാരം 98-ൽ ആരംഭിച്ചത്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റും അങ്ങനെ 2 പ്രോജക്റ്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ടതാണ് ഈ ലയൺസ് ഡിസ്ട്രിക്ട് 318B. ഇതിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലയൺസ് ക്ലബ്ബുകളുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വർഷം 5ാമത്തെ പ്രാവശ്യമാണ് ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ നേതൃത്വത്തിൽ ഇവിടെ കടന്നു വരുന്നത്. ഞങ്ങൾ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഉച്ചക്കത്തെ ഫുഡ് തന്നുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ തുടക്കമിട്ടത്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വലിയ സംഘത്തിന്റെ എല്ലാമായ എന്റെ പ്രിയ സുഹൃത്ത് സന്തോഷ് മരീസാണ്. പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ BA ജോസ്, മുഖ്യപ്രഭാഷണം നടത്തിയ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ മാത്യു കുളത്തോട്ടം, ലയൺ മാത്യു കുരുള, ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ സെബാസ്റ്റ്യൻ, ലയൺ പ്രോജൻ, ഇവിടെ ചേർന്നിട്ടുള്ള വലിയ സഹവാസികളെ, സഹായികളെ, സുഹൃത്തുക്കളെ, സ്നേഹികളെ, ഏറെ സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട് എന്നിവിടെ നിൽക്കുമ്പോൾ. സന്തോഷം ഞാനുമായിട്ടുള്ള സൗഹൃദ ബന്ധം വളരെ വർഷത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു ദിവസം ഒരു ഓർഡർ വന്നു, റേഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞു. ഏതായാലും പിറ്റേ ദിവസം രാവിലെ സന്തോഷം മന്ത്രി നേരിട്ട് വിളിച്ചു പറഞ്ഞു, തെറ്റുപറ്റിപ്പല്ല, ക്ഷമിക്കണം, അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയല്ല സന്തോഷം. പിന്നെ ഇവിടെ ഒരു ദിവസം ഒരു ഉദ്യോഗസ്ഥ വന്ന് മൊത്തം വരട്ടുക. സന്തോഷിനെ വിളിച്ച് കുരുത്തത്തിരിയാൻ വീട്ടിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവിടെ 20 പേരെ താമസിപ്പിക്കാൻ പറ്റുള്ളൂ, നാളെ ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ട് നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞത്. അവിടെ മര്യാദയ്ക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ പോകും. ഇത് പാലാട് അനിവാര്യമായ ഒരു സംഭവമാണ്. ഒരുപാട് നിരാലംബരും നിരാശ്രയരുമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവരെ ചികിത്സിക്കുന്ന, അവരെ ചികിത്സിച്ച് ഭേദമാകുന്ന ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ കയറുന്ന പ്രശ്നം ഉണ്ടാക്കിയാൽ MLA മാത്രമല്ല ഈ നാട്ടിലുള്ളവർ മുഴുവനും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുന്നു. പിന്നെ ഈ നേരം വരെ വന്നിട്ടില്ലെന്നാണ് ഞാനിപ്പോൾ ചോദിക്കരുത്. അതിന് സന്തോഷം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാ ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. ലയൺസ് ക്ലബ്ബ് നമ്മുടെ കോർഡിനേറ്ററെ പറ്റി CDP പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ഒരുപാട് നല്ല കാര്യങ്ങൾ
Alfonso. വിഘ്നേശ്വരൻ വന്നിട്ടുണ്ടോ? വിഘ്നേശ്വരൻ. രതീഷ് ഉണ്ടോ? രമേശ് സിജി. ഡയാലിസിസ് കിറ്റ് സ്വീകരിക്കുന്നവർ മുമ്പോട്ട് വരാമോ? ജയ ഉണ്ടോ ഇവിടെ? സാർ അൽഫോൻസോ. വിഘ്നേശ്വരൻ വന്നിട്ടുണ്ടോ? വിഘ്നേശ്വരൻ. രതീഷ് ഉണ്ടോ? രമേശ് സിജി. ഡയാലിസിസ് കിറ്റ് സ്വീകരിക്കുന്നവർ മുമ്പോട്ട് വരാമോ? അമ്പിളി ഉണ്ടോ? അമ്പിളി. സന്ധ്യ. ശ്രീജ. പ്രീത സന്തോഷ്. ജെസ്സി സജീവ് വന്നിട്ടുണ്ടോ? ദീപ്തി. മിനി എം ജെ. മിനി എം ജെ. മിനി എം ജെ. സതി ഡി എൻ.
ബബീത്ത, മുത്തുമണി, എല്ലാവരും വേണമെന്നില്ല, കുറച്ച് പേര് മതി.